ഇത് നാട്ടിൽ നിന്നും ഗൾഫിലേക്ക് വരാൻ വേണ്ടി വളരെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടിയാണ്. പിന്നെ ഹൗസ് മെയ്ഡ് വിസയിൽ, അതായത് ഇന്ത്യയിൽ നിന്നും വീട്ടുജോലിക്ക് വേണ്ടി സൗദിയിലേക്ക് വരുന്ന സ്ത്രീകളോടാണ് പറയാനുള്ളത്. ഇവിടെ ഇപ്പോൾ സാധാരണ ഇന്ത്യയിലേക്ക് ഉള്ളൊരു വിസ എടുക്കുമ്പോൾ ഒരു മലയാളി ചോദിക്കുന്നത് 10,000 റിയാൽ 12,000 റിയാലാണ്. 10,000 റിയാൽ 12,000 റിയാൽ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മണി 1.5 ലക്ഷം രൂപ വളം വേണ്ടി വരുന്നുണ്ട്. 1.5 ലക്ഷം രൂപയ്ക്ക് ഇവിടെ ഒരു ഇടനിലക്കാരന് വിസ മേടിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഇന്ത്യൻ മണി 20,000 രൂപയെങ്കിലും ലാഭത്തിന്, അറ്റ്ലീസ്റ്റ് 10,000 രൂപയെങ്കിലും ലാഭത്തിന് മാത്രമേ അത് ഹാൻഡ് ഓവർ ചെയ്തുള്ളൂ, മറ്റൊരാൾക്ക് വിൽക്കത്തുള്ളൂ. അത് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ള മെഡിക്കല് മറ്റുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചിലവാകുമ്പോഴേക്കും 2 ലക്ഷം രൂപയ്ക്ക് മുകളിലാകും ഒരാൾ ഇവിടെ വരുന്നതിന് വേണ്ടി. അപ്പോൾ ആ വിസ നിങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ആദ്യം അന്വേഷിക്കേണ്ടത്, ഇവിടെ സൗദിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വിസയുടെ കോപ്പി ആദ്യം മേടിക്കുക. വിസ നമുക്ക് വേണ്ട, വിസയുടെ കോപ്പി ആദ്യം മേടിച്ചതിന് ശേഷം ആ വിസയിൽ അദ്ദേഹത്തിൻ്റെ പേര്, എന്താണോ പ്രൊഫഷൻ, എവിടെയാണ് ജോലി, ഈ 3 കാര്യങ്ങളും അന്വേഷിക്കുന്നതിന് വേണ്ടി ഇവിടെ സൗദിയിലുള്ള ആരെങ്കിലും ഏൽപ്പിക്കുക. ഇത് 3ഉം ഓക്കെ ആണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ, ഇത് 3ഉം ശരിയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ആ വിസയിൽ ഇങ്ങോട്ട് വരുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാം. അതല്ലാതെ ഒരു വിസ കിട്ടിയ ഉടൻ നിങ്ങൾ ആ വിസയ്ക്ക് ക്യാഷ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തു, വിസ എടുത്തു, അവിടെ എല്ലാ ഫോർമാലിറ്റീസും നാട്ടിൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരുപക്ഷെ ഭാര്യയുടെ കഴുത്തി കിടക്കുന്ന താലി വരെ വിറ്റിട്ടായിരിക്കണം ഒരുപാട് പ്രതീക്ഷകളോട് കൂടി ഈ മണലാരണ്യത്തിലേക്ക് കാല് വയ്ക്കുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോൾ എയർപോർട്ടിൽ നിന്ന് നിങ്ങൾ കൂട്ടിക്കൊണ്ടു പോകുന്നത് സൗദിയോ മലയാളിയോ ആണെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ അവിടെ നിന്ന് ഒരുപക്ഷെ വരുന്നത് എന്തെങ്കിലും ഓഫീസ് വർക്കോ അതല്ലെങ്കിലും മറ്റെന്തെങ്കിലും ബിസിയായിട്ടായിരിക്കും. അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ കിട്ടുന്ന ചിലപ്പോൾ ഹൗസ് ഡ്രൈവറായിട്ടുള്ള ജോലിയോ അതല്ലെങ്കിൽ ഫാമിനെ ആട് മേയ്ക്കുന്നതിനോ അല്ലെങ്കിൽ ഒട്ടകത്തിനെ മേയ്ക്കുന്നതിനോ അങ്ങനെയുള്ള എന്തെങ്കിലും ജോലിയൊക്കെ ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, വിസ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ വിസയുടെ കോപ്പി മേടിക്കുക. മേടിച്ചിട്ട് പറ്റുമെങ്കിൽ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് ഇതാണ്, ഷറഫ് എം ഹനീഫ്, സ്പേസ് ഒന്നുമില്ല, ഫുള്ളായിട്ട് തന്നെയാണ്, sharafmhanif@email.com അല്ലെങ്കിൽ gmail.com. ഇത് 2 ഏതായാലും എൻ്റെ മെയിലിലേക്ക് വരും. ഇതിൽ നിങ്ങൾ അതിൻ്റെ ഒരു കോപ്പി തന്നതിന് ശേഷം ഈ വിസയിൽ ആളിവിടെ നിലവിലുണ്ടോ, ഈ വിസയ്ക്ക് എന്താണ് ജോലി, ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കാൻ പറഞ്ഞാൽ ഞാൻ അന്വേഷിക്കാം. പിന്നെ കഴിയുന്നത് ദമാമിലെത്തതാണെങ്കിൽ, ഞാൻ ദമാമിൽ ഉള്ള ഒരാളുടേതാണെങ്കിൽ കറക്റ്റായിട്ട് ഞാൻ അന്വേഷിച്ച് നിങ്ങളുടെ ഇമെയിലിലേക്ക് ഞാൻ അതിൻ്റെ റിസൾട്ട് തരുന്നതായിരിക്കും. കാരണം ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാനൊരു ഇന്ത്യക്കാരൻ എന്നതിലുപരി ഒരു മലയാളി ആയതിൻ്റെ പേരിൽ ഇവിടെ ഒരുപാട് മലയാളികൾ പല രീതിയിലും ഞാനിപ്പോൾ ഒരു 2 മാസം കൊണ്ട് കാണുന്നുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും അവരറിയുന്നുണ്ട്. നാട്ടിൽ പോയവർ പോലും അവിടെ നിന്ന് ഇങ്ങോട്ട് ഫോൺ വിളിച്ച് ചോദിക്കുന്നു, ഇപ്പോൾ എന്താണ് പ്രശ്നം, ഇങ്ങോട്ട് മടങ്ങി വന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, പിന്നെ എന്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയും, മലയാളികൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യാം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ പറയുന്നത്. ആദ്യം ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുക. ആ വിസയുടെ കുറിച്ച് കറക്റ്റായുള്ള ഡീറ്റെയിൽ അന്വേഷിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ആ വിസയ്ക്ക് വേണ്ടി ക്യാഷ് കൊടുക്കുക. പിന്നെ ക്യാഷ് കൊടുക്കുമ്പോൾ അവർ വിസയ്ക്ക് 1.5 ലക്ഷം രൂപ ചോദിക്കുകയാണെങ്കിൽ കഴിയുന്നതും 50% ആദ്യം കൊടുക്കുകയും ആളിവിടെ ഇറങ്ങി ഓക്കെ ആണെന്ന് അറിഞ്ഞതിന് ശേഷം ബാലൻസ് കൊടുക്കാമെന്ന് മാത്രം ഒരു എഗ്രിമെൻറ്റിൽ മാത്രം കയറിയാൽ മതി. അതല്ലെങ്കിൽ നാട്ടിൽ നിങ്ങൾക്ക് ഒരു മാസം 100 രൂപ വരുമാനം ഉണ്ടെങ്കിൽ നാട്ടിൽ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. നാട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നതാണ് എന്തുകൊണ്ടും സുഖം. കാരണം നിങ്ങൾ ഒരുപാട് പ്രതീക്ഷകളോടെ സൗദി അറേബ്യയിലെന്നല്ല, അറബ് കൺട്രീസിൽ എവിടെ പോയാലും ഒരു മാക്സിമം 1 വർഷം 2 വർഷം ആകുമ്പോൾ എല്ലായിടത്തും ഒരേ രീതിയിലുള്ള നിയമവശങ്ങൾ ഉണ്ടാകും. ആ നിയമവശം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ നിങ്ങളൊരു 2 ലക്ഷം 3 ലക്ഷം രൂപ മുടക്കി ഒരു ഗൾഫിൽ വരുന്ന ഒരു വ്യക്തിക്ക് നിൽക്കുന്ന 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ പഴയതുപോലെ കടങ്ങൾ തീർക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. കാരണം ഒരു എഗ്രിമെൻറ്റ് വിസയിൽ വരുന്ന ഒരു വ്യക്തിക്ക് മാക്സിമം കിട്ടാവുന്ന സാലറി ഒരു 1,500-2,000 റിയാലും ആയിരിക്കും. അതിൽ ഇവിടെ ഫോൺ വിളിയും മറ്റുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നാട്ടിലേക്ക് അയക്കുന്നത് വളരെ തുച്ഛമായ എമൗണ്ട് ആയിരിക്കും. തുച്ഛമായ എമൗണ്ട് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കടങ്ങളും കാര്യങ്ങളും പിന്നെ ഗൾഫിൽ വന്നു കഴിഞ്ഞാൽ, ഗൾഫിലേക്ക് ഒരാൾ കാല് എത്തിക്കഴിഞ്ഞാൽ ആവശ്യങ്ങൾ കൂടുന്നതല്ലാതെ ഒരിക്കലും നമ്മുടെ കയ്യിൽ ഇന്ന് ഈ മാസം നമുക്ക് ആവശ്യങ്ങൾ വളരെ കുറവാണ്, ഇന്ന് ഈ മാസം ശമ്പളം നമുക്ക് പൂർണ്ണമായിട്ട് അങ്ങ് മാറ്റാം എന്നൊരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണ്ട.
കാരണം നാട്ടിൽ നിന്നപ്പോൾ നിങ്ങൾക്ക് പിന്നെ 10,000 രൂപ വരുമാനം ഉണ്ടായിരുന്നപ്പോൾ ഒരുപക്ഷെ 11,000 രൂപയുടെ ചിലവായിരിക്കും. ഗൾഫിൽ വന്നപ്പോൾ 20,000 രൂപയായപ്പോൾ 25,000 രൂപയുടെ ചിലവായി. അത് പിന്നെ 25,000 രൂപ കിട്ടുമ്പോൾ പിന്നെ ഒരു 50,000 രൂപയുടെ ചിലവായി. അപ്പോൾ ഗൾഫിലേക്ക് വരുന്നവർക്ക് നഷ്ടപ്പെടുന്നത് അവരുടെ കുടുംബജീവിതം മാത്രമല്ല. അവർക്ക് നഷ്ടപ്പെടുന്നത് പിന്നെ അവരുടെ യൗവനം, പിന്നെ അവരുടെ നാട്ടിലുള്ള ബന്ധങ്ങൾ, അങ്ങനെ പിന്നെ എല്ലാ രീതിയിലും നോക്കുമ്പോഴും ഒരു ഗൾഫുകാരന് നഷ്ടപ്പെടുന്നത് അവരുടെ എല്ലാമാണ്. എന്നാലോ ഗൾഫിൽ നിന്നുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാ രീതിയിലും സമ്പാദിച്ച് നാട്ടിൽ കൊടുക്കേണ്ടവർക്ക് കൊടുത്തെല്ലാം ചെയ്താലും അവസാനം നിങ്ങൾക്ക് ബാക്കി നിൽക്കുന്നത് പരാതികളും മാത്രമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ശരിക്കും ഒന്ന് ശരിയായ രീതിയിൽ പിന്നെ നോക്കി കണ്ടറിഞ്ഞ് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ പശ്ചാത്തപിക്കുന്നതിനേക്കാൾ ചെയ്യാതിരുന്നിട്ട് സന്തോഷിക്കുന്നതാവും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്.